ഹായ് ഗൈസ്, നിങ്ങളുടെ BSNL പ്രീപെയ്ഡ് കണക്ഷൻ എങ്ങനെ ഓൺലൈൻ വഴി റീചാർജ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതിന് നമുക്ക് വേണ്ടത് ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം, പിന്നെ നെറ്റ് ബാങ്കിങ് ഓൺ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്രൗസർ ഓപ്പൺ ചെയ്ത് ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്യുക BSNL ക്വിക്ക് റീചാർജ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അധികം വൈകാതെ തന്നെ ഗൂഗിൾ സെർച്ച് റിസൾട്ട്സ് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ പ്രീപെയ്ഡ് BSNL പോർട്ടൽ എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കയറുക. ഓക്കെ, അപ്പം അധികം വൈകാതെ തന്നെ സൈറ്റ് ലോഡാകും. ഓക്കെ, അപ്പം ഒന്നും കൂടി മുകളിലെ അഡ്രസ് ബാറിൽ നോക്കി കൺഫേം ചെയ്യുക. portal.bsnl.in my portal quick recharge.2 എന്ന സൈറ്റിൽ തന്നെയാണോ കയറിയെന്ന് നോക്കുക. ഓക്കെ, ഇവിടെ പേജിൽ മൊബൈൽ ഡീറ്റെയിൽസ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഏത് BSNL നമ്പറാണ് നിങ്ങൾ റീചാർജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ BSNL നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യാം. അപ്പം നമ്പർ ടൈപ്പ് ചെയ്ത ശേഷം താഴെ സ്റ്റേറ്റ് സർക്കിൾ എന്നൊക്കെ പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ സാധാരണ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഈ ചൂസ് ആകുന്നതായിരിക്കും, ആ ഒരു ഓപ്ഷൻ ചൂസ് ആകുന്നതായിരിക്കും. ഇനി അത് തെറ്റാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങളുടെ ഏതാണോ വരുന്ന സ്റ്റേറ്റ് ഏതാണോ വരുന്നത് ആ സ്റ്റേറ്റ് ഇവിടെ ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ശേഷം താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്യാപ്ച ടൈപ്പ് ചെയ്യാനുണ്ട്. ഇവിടെ ഇപ്പോൾ കുറച്ച് ക്യാപ്ച കാണിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്താണോ നിങ്ങൾക്ക് അവിടെ കാണിക്കുന്നത് അതിവിടെ ടൈപ്പ് ചെയ്യുക. അപ്പോൾ എൻ്റെ നമ്പർ ആയിരിക്കത്തില്ല നിങ്ങൾക്ക് കാണിക്കുന്നത്. ഓക്കെ, അങ്ങനെ അപ്പോൾ ആ ക്യാപ്ച ടൈപ്പ് ചെയ്തു ശേഷം താഴെയായിട്ട് വുഡ് യു ലൈക്ക് ടു റിമെമ്പർ എബോവ് ഇൻഫർമേഷൻ എന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് യെസ് കൊടുക്കുകയാണെങ്കിൽ അടുത്ത തവണ നമുക്ക് ഈ സൈറ്റിൽ കയറുന്ന സമയത്ത് ഇത്രയും ടൈപ്പ് ചെയ്യാനായിട്ട് സമയം കളയേണ്ടി വരത്തില്ല. ഓക്കെ, അപ്പം ഇതെല്ലാം ശരിയാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ താഴെ സബ്മിറ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് കൊടുക്കുക. ശേഷം വലത്ത് സൈഡിൽ പുതിയതായിട്ട് കുറച്ച് ഓപ്ഷൻസ് വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ എൻ്റർ എമൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭാഗമുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരു പ്ലാനിൻ്റെ എമൗണ്ടിനെ പറ്റി അറിയാമെങ്കിൽ അത് ഇവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ 99ൻ്റെ ഒരു പ്ലാനുണ്ട്. അപ്പോൾ അത് 99 എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ആ പ്ലാൻ ഇവിടെ തെളിഞ്ഞു വരുന്നതായിരിക്കും. അപ്പോൾ അതല്ല നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, താഴെ ബ്രൗസ് പ്ലാൻസ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഭാഗമുണ്ട്. അപ്പോൾ ഇവിടെ പോപ്പുലർ എന്നും പറഞ്ഞുകൊണ്ടൊരു ഫീൽഡുണ്ട്. അപ്പോൾ അതിനകത്ത് കയറി കഴിഞ്ഞാൽ മിക്കവാറും ആളുകൾ ഉപയോഗിക്കാൻ സാധ്യതയുള്ള പ്ലാനുകൾ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അത് പോരാ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെയും താഴോട്ട് ഡാറ്റ വൗച്ചേഴ്സ്, വോയിസ് വൗച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തെല്ലാം കയറി ഓരോ പ്ലാനുകളെ പറ്റിയുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള വിവരങ്ങൾ മിക്കവാറും സമയങ്ങളിൽ അപ് ടു ഡേറ്റ് ആയിരിക്കും കേട്ടോ. അതായത് പുതുതായിട്ട് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ BSNL പ്ലാനിനകത്ത് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതാണോ നിങ്ങൾക്ക് പ്ലാൻ വേണ്ടത് ആ പ്ലാൻ എടുക്കുക. ഇപ്പോൾ എനിക്ക് വേണ്ടത് ഡാറ്റ വൗച്ചേഴ്സിനകത്തു നിന്നും ഒരു STV 16 എന്ന് പറയുന്ന പ്ലാനാണ്. അപ്പം പ്ലാൻ വേണമെങ്കിൽ എന്ത് ചെയ്യണം, ഇത്രയുള്ള കാര്യം, ആ STV 16 നേരെയായിട്ട് കണ്ടില്ലേ അതിൻ്റെ എമൗണ്ട് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും, കണ്ടില്ലേ. അങ്ങനെ എല്ലാ പ്ലാനിൻ്റെ നേരെ ഒരു എമൗണ്ട് എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം, ആ എമൗണ്ടിൽ ഒരു ക്ലിക്ക് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ എനിക്ക് വേണ്ടത് STV 16 ആണ്. അപ്പോൾ ഞാൻ അതിൽ എന്താണ് ആ 16 എന്ന എമൗണ്ടിൽ ക്ലിക്ക് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ അധികം വൈകാതെ തന്നെ ഒരു പുതിയ വിൻഡോ ഇവിടെ ഓപ്പണായി വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ കൺഫേം റീചാർജ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താണ് ക്യാൻസൽ ചെയ്ത് നിങ്ങൾക്ക് ഒന്നും കൂടി പോയി കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ അതല്ല ഇതെല്ലാം കറക്റ്റാണ് എന്ന് തോന്നിയാൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ സബ്മിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് കൊടുക്കുക. ഓക്കെ, അധികം വൈകാതെ തന്നെ അടുത്ത പേജിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് പേയ്മെൻറ്റ് മെത്തേഡാണ്, അതായത് നിങ്ങൾ ഇതുവഴിയാണ് ഈ പൈസ അടയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ UPI ഉണ്ടെങ്കിൽ UPI ഉപയോഗിക്കാം. ഇനി നെറ്റ് ബാങ്കിങ് ആണ് വേണ്ടതെങ്കിൽ എന്താണ് ഇൻ്റർനെറ്റ് ബാങ്കിങ് എന്ന ഓപ്ഷൻ എടുക്കുക. അപ്പോൾ ഇതിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ പോപ്പുലർ ബാങ്ക്സ് ആയിട്ടുള്ള കുറേ ബാങ്കുകളുടെ ലിസ്റ്റ് ഇവിടെ കാണിക്കുന്നുണ്ടായിരിക്കും. ഇനി അതല്ല നിങ്ങളുടെ ബാങ്ക് ഇവിടെ ലിസ്റ്റിൽ കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ അതർ ബാങ്ക്സ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അത് സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ബാങ്ക് ഏതാണോ വരുന്നത് ആ ബാങ്ക് സെർച്ച് ചെയ്ത് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ബാങ്ക് ഏതാണോ വരുന്നത് അത് എടുക്കുക. ഇപ്പോൾ എൻ്റെ വരുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ ഞാൻ അത് എടുക്കുകയാണ്. ഇനി ഇതല്ല വേറെ ഏതെങ്കിലും ആണെങ്കിൽ അത് എടുക്കുക. ഓക്കെ, എന്നിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ സെലക്ട് പേയ്മെൻറ്റ് ഗേറ്റ് വേ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഇവിടെ ഒരു ബിൽ ഡെസ്ക് എന്നും പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ഓൾറെഡി ടിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊന്നും ചെയ്യാനില്ല. അപ്പോൾ താഴെ ഒരു ക്യാപ്ച കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ക്യാപ്ച എന്താണോ വരുന്നത് അത് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ഓക്കെ, ടൈപ്പ് ചെയ്ത ശേഷം താഴെ കണ്ടിന്യൂ ഫോർ പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് കൊടുക്കുക. അധികം വൈകാതെ തന്നെ നമ്മൾ ചൂസ് ചെയ്ത ബാങ്കിൻ്റെ സൈറ്റിലേക്ക് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇത് അല്ല ചൂസ് ചെയ്ത് SBI അല്ല നിങ്ങളുടെ മറ്റേതെങ്കിലും ബാങ്ക് ആണെങ്കിൽ അതനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ യൂസർ നെയിമും പാസ്വേഡും അടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ നെറ്റ് ബാങ്കിങ്ങിൻ്റെ ഡീറ്റെയിൽസ് അതായത് യൂസർ നെയിമും പാസ്വേഡും എന്താണോ അത് ഇവിടെ ടൈപ്പ് ചെയ്യുക. ഓക്കെ, ടൈപ്പ് ചെയ്ത ശേഷം ലോഗിൻ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് കൊടുക്കുക. ഓക്കെ, അധികം വൈകാതെ തന്നെ അടുത്ത പേജിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ അക്കൗണ്ട് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ എനിക്ക് ഒരു അക്കൗണ്ടേ വരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ഓൾറെഡി സെലക്റ്റഡ് ആണ്, അതിനകത്തൊന്നും ചെയ്യാനില്ല.
സേവിങ്സ് അക്കൗണ്ടാണ്. ഇനി താഴോട്ട് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ അവിടെ കൺഫേം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് കൊടുക്കുക. അടുത്ത പേജിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ വെരിഫൈ ആൻഡ് കൺഫേം BSNL ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു OTP ചോദിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന നമ്പർ ഏതാണോ ആ നമ്പറിലേക്ക് ഇപ്പോൾ ഒരു OTP വന്നിട്ടുണ്ടായിരിക്കും. ആ OTP ഇവിടെ ടൈപ്പ് ചെയ്ത ശേഷം കൺഫേം എന്ന ഓപ്ഷനിൽ ക്ലിക്ക് കൊടുക്കുക. അധികം വൈകാതെ തന്നെ അടുത്ത പേജിലേക്ക് പോകുന്നതാണ്. ഇവിടെ യുവർ പേയ്മെൻറ്റ് വാസ് സക്സസ്ഫുൾ എന്ന് എഴുതി കാണിച്ചേക്ക് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇനി അധികം വൈകാതെ തന്നെ നേരെ പേജ് മാറി BSNLിലേക്ക് പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് എന്നും പറഞ്ഞാണ് കാണിച്ചിരിക്കുന്നത്. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും BSNLിൻ്റെ പേജിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ താഴെ സക്സസ് എന്നും പറഞ്ഞ് എഴുതി കാണിച്ചിട്ടുണ്ട്. യുവർ പേയ്മെൻറ്റ് 16 രൂപ സക്സസ്ഫുൾ എന്ന് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ താഴെ നമ്മുടെ റെസിപ്റ്റ് ഡീറ്റെയിൽസും മറ്റും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഒരു PDF സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനിയും PDF വേണ്ട എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ക്ലിക്ക് കൊടുക്കാം. കണ്ടിന്യൂ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നേരെ BSNLിൻ്റെ ഹോം പേജിലോട്ടായിരിക്കും പോകുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പേജ് ഇപ്പോഴേ ക്ലോസ് ചെയ്യാവുന്നതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങളുടെ ഫോണിലെ മെസ്സേജസ് എടുത്ത് നോക്കുക. റീചാർജ് സക്സസ്ഫുൾ ആയിട്ടുണ്ടോ അല്ലെങ്കിൽ റീചാർജിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ അത്രയാണ് ഗൈസ് എനിക്ക് പറയാനുള്ളത്. ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും തീർച്ചയായിട്ടും താഴെ കമൻറ്റ് സെക്ഷനകത്ത് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം, ഈ പണമിടപാടുകളൊക്കെ ആകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സന്ദർശിക്കുന്ന വെബ്സൈറ്റ് അത് ശരിയാണോ എന്നുള്ളത് നിങ്ങളുടെ ബ്രൗസറിൻ്റെ അഡ്രസ്സ് ബാർ നോക്കി കൺഫേം ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, പിന്നെ നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒന്നും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാതിരിക്കുക. യൂസർ നെയിമും പാസ്വേഡും ഒന്നും ഷെയർ ചെയ്യാതിരിക്കുക. വെറുതെ റിസ്ക് എടുക്കരുത്. പിന്നെ കാശ് പോകുന്നൊന്നും അറിയത്തില്ല. അത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്.